വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഈ കുട്ടമ്പുഴയിലുണ്ടായ സംഭവം അങ്ങ് ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും വളരെ ആയിട്ടാണ് ആ വിഷയത്തെ സമീപിച്ചത്. അങ്ങ് ഞാനടക്കം ഇതിൽ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങ് അതിൻ്റെ സതുദ്ദേശത്തിലെടുക്കും എന്ന് കരുതുന്നു. ഒരുപാട് കാര്യങ്ങൾ വനംവകുപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പലയിടങ്ങളിലും കാര്യമായി കാര്യങ്ങൾ നടക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ കുട്ടമ്പുഴയിലടക്കം അപ്പോൾ ട്രെഞ്ചിങ് ഒരു വർഷം മുമ്പ് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്, നടന്നില്ല എന്ന് പറയുന്നു. ഫെൻസിങ് ഉണ്ടാക്കിയിട്ടും 4 വർഷത്തിനു ശേഷം അത് നോക്കാൻ വാച്ചർമാരില്ല എന്ന് പറയുന്നു. നമ്മുടെ വനം വകുപ്പിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലേ? അതേപോലെ ഇത്തരം കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങളില്ലേ? എന്താണ് ബുദ്ധിമുട്ട് വനം വകുപ്പിനുള്ളത്? ചിലയിടങ്ങളിലെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ മിനിസ്റ്റർ? താങ്കൾ പറഞ്ഞതുപോലെ വളരെ ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ മലയോര മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കഴിഞ്ഞ 2-3 വർഷമായി കേരളത്തിൻ്റെ മലയോര മേഖലയിൽ വന്യജീവികളുടെ അക്രമം മൂലം മനുഷ്യർ കൊല്ലപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തതിൻ്റെ ഭാഗമായി വലിയ ദുരിതത്തിലുമാണ്. അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടി ചുമതലയാണ് എന്ന് തന്നെയാണ് എൻ്റെയും നിലപാട്. 1 വർഷം മുമ്പ് ഈ ചാനലിലൂടെ മറ്റ് പല ചാനലുകളിലൂടെയും വന്നതുപോലെ അവിടെ ഒരു സ്ത്രീ ദാരുണമായി മരിക്കാനിടയായി. നളിനി എന്നാണ് ആ സ്ത്രീയുടെ പേര് എന്നാണ് ഞാൻ ഇന്ദിര അങ്ങനെ എന്തോ ആണെന്നാണ് ഞാൻ ഓർക്കുന്നത്. 71 വയസ്സ്. അതേ തുടർന്നാണ് ആ മേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് ഉറപ്പ് കൊടുത്തത്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടമ്പുഴ മലയാറ്റൂർ ഡിവിഷനുമായി ബന്ധപ്പെട്ട ആ മേഖലകളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. താങ്കൾക്കറിയാവുന്നതുപോലെ ആ പ്രോജക്റ്റിന് പണം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ആ പണം കണ്ടെത്തണമെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരം കിട്ടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി അനുവാദം ലഭിക്കാൻ കാലതാമസമുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ആ പദ്ധതി ടെൻഡർ വിൽക്കുകയുണ്ടായി. 3 പ്രാവശ്യം ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടും ആരും പണി ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായി. 1.5 മാസം മുമ്പ് അവിടുത്തെ കോതമംഗലം MLA, അവിടുത്തെ ജനപ്രതിനിധി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ തുടങ്ങിയവർ എന്നെ കാണാൻ വന്നിരുന്നു. അവരോട് അത് പെട്ടെന്ന് നടപടി ആരംഭിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാമെന്ന് പറയുകയും ടെൻഡർ നടപടിയുടെ അന്തിമഘട്ടത്തിലേക്ക് പോയി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഭരണപരമായ ചില കാലതാമസങ്ങൾ ഉണ്ടായി എന്നത് സത്യമാണ്. ആ കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികളായിരുന്നു അന്നത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ദൗർഭാഗ്യകരമായി ഈ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ ഊർജിതപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 1. രണ്ടാമത്തെ കാര്യം, അവിടെ നമുക്ക് വേണ്ടത് ട്രെഞ്ച് കുഴിക്കുക തുടങ്ങിയുള്ള നടപടികളാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ RRTകളുടെ എണ്ണം പരിമിതമാണ്. 24 ഡിവിഷനുകളുള്ള നമ്മുടെ കേരളത്തിൽ ആകെ 26 RRTകളാണ് പ്രവർത്തിക്കുന്നത്. അത് വളരെ പരിമിതമാണ്. RRTകളുടെ എണ്ണം ഇനിയും ഒരു 20-25 RRTകൾ അനുവദിച്ചാൽ മാത്രമേ നമ്മുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പനുസരിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വനമേഖലയിലെ സേനക്ക് അവിടെ ഓടിയെത്താനും നടപടികൾ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള നിർദ്ദേശം ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിലാണ്. പിന്തുണ ഇപ്പോൾ ധനവകുപ്പോ മറ്റു വകുപ്പുകളോ നൽകുന്നില്ലേ? ഉദാഹരണത്തിന് അവിടെ പഞ്ചായത്തിന്റെ സെക്രട്ടറിയെ 4 മാസമായിട്ട് അവിടെ കാണാനില്ല. അവിടെ വഴിവിളക്കുകൾ തെളിയിക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം പഞ്ചായത്തിനാണ്. പക്ഷേ അവിടെ ആന നിൽക്കുന്നു എന്നതറിയണം, അതിന് ഉത്തരവാദിത്വം ഈ പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്. വഴിവിളക്കില്ലാത്ത സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൊത്തത്തിലൊരു ഏകോപനത്തിൻ്റെ കുറവ് കുട്ടമ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടോ? വനംവകുപ്പിന് ആ അർത്ഥത്തിൽ സാമ്പത്തികമായിട്ട് ഒരു കരുത്തും പിന്തുണയും ധനവകുപ്പ് നൽകുന്നില്ലേ? ധനവകുപ്പ് നൽകുന്ന കരുത്തിൻ്റെ ഒരു ബലത്തിലാണ് 21 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നഷ്ടപരിഹാരത്തിനായി നമുക്ക് വിനിയോഗിക്കേണ്ടി വന്നത്. മുമ്പൊരു കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അനുവദിക്കപ്പെടുന്ന പണവും തമ്മിൽ വലിയ പൊരുത്തമില്ല എന്ന അല്ലെങ്കിൽ വലിയ അന്തരമുണ്ട് എന്ന കാര്യം സമ്മതിക്കാതിരിക്കുക എന്നുള്ളത് അത് അവഗണനയല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്ന
വിവേക ബുദ്ധി എനിക്കുണ്ട് എന്നതുകൊണ്ട് ഞാനത് കുറ്റപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. പക്ഷെ അതല്ല പ്രശ്നം. നമുക്ക് താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ പുതിയ ആയുധങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതിനായി എല്ലാ RRTകൾക്കും ആധുനിക രീതിയിലുള്ള പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 1-2 മാസത്തിനകം അത് ലഭ്യമാകും. സുസജ്ജമായ ഒരു സേനയാക്കി വനം വകുപ്പിൻ്റെ സേനയെ മാറ്റാനുള്ള മാനവ ശക്തിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പ്രത്യേകം ചർച്ച നടത്താമെന്ന് പറഞ്ഞു.